ഒരു സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒരു സംരംഭത്തിൽ നമുക്ക് ഇതേ കൂടുതൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 35 വർഷത്തെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന പണിയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ അച്ഛൻ്റെ കൂടെ നടന്നും അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയാണ് കുറേയെങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നത്. അപ്പം അത് വിട്ടു പോകാൻ എനിക്ക് ഇതൊക്കെ നല്ല പുതിയ വന്ന സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഇപ്പം 1050 രൂപയുടെ വിലയുള്ള സാധനമാണ്. ഏകദേശ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 35 ലക്ഷം രൂപയോളം നഷ്ടത്തിലായിട്ടുണ്ട്. ഒരമ്മയുടെയും 3 പെൺമക്കളുടെയും 35 വർഷത്തെ സ്വപ്നമാണ് ദായി കാണുന്നത്. 2018 പ്രളയത്തെ അതിജീവിച്ച് കയറി വരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴ വീണ്ടും അവരെ ദുരിതത്തിലാക്കി. റാന്നിയിൽ ഇതുപോലെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. 92 തുടങ്ങിയ കടയായിരുന്നു. എൻ്റെ ഫാദറാണ് ഇത് തുടങ്ങിയത്. 18 വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കിന് കട മൊത്തം, റാന്നി ടൗണിലെ എല്ലാ കടകളും മൊത്തം മുങ്ങി. എല്ലാവർക്കും വലിയ നഷ്ടമാണ് ഉണ്ടായത്. 3 മണി സമയത്തൊക്കെയാണ് വെള്ളം വന്നെടുക്കുന്നത്. എല്ലാവരും ഉറക്കത്തിലൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങനെ ആരും അറിഞ്ഞില്ല. ഒരു 4:30, 5 മണിയൊക്കെ ആയപ്പോഴാണ് അറിയുന്നത്. ചെല്ലുമ്പോഴത്തേക്കിനും തന്നെ റോഡിലെല്ലാം വെള്ളമാണ്. ഇവിടുന്ന് ടൗൺ വരെ പോകാൻ 4 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അവിടം വരെ എത്താൻ തന്നെ ഇവിടെ 3 ചെറിയ പാലങ്ങളുണ്ട്. അതിലെല്ലാം നിറച്ചും വെള്ളം. ഒന്ന് കടന്നു പോകാൻ പോലും പറ്റില്ല. കേട്ട പടുതി ഇറങ്ങി ഓടി. അമ്മ ആദ്യമേ ഇറങ്ങി ഓടി. ഇത്രയും വരെ വെള്ളത്തിൽ തന്നെ നീന്തി ആണ് അപ്പുറത്ത് പോയെങ്കിലും അധികം സാധനം ഒന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പുറകെ ഒരു 10 മിനിറ്റിനകത്ത് പോയപ്പോഴത്തേക്കിന് എനിക്ക് ഇവിടുന്ന് പോലും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ചുറ്റും വെള്ളം. അറിഞ്ഞ വളരെ കുറച്ച് പേരാണ്. എല്ലാവരും വെള്ളം വന്നു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് കടക്കാരെല്ലാം തന്നെയും, ഞങ്ങൾ മാത്രമല്ല ഈ റാന്നിയിലുള്ള സകല കടക്കാരും സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറക്കി സ്റ്റോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സ്ത്രീകൾ തന്നെ നടത്തുന്ന പല കടകളും ഉണ്ട് ഇവിടെ റാന്നിയിൽ. ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു പോകുന്ന നടത്തില്ല. ഞങ്ങൾ തന്നെ പപ്പ പോയി കഴിഞ്ഞ് അത് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്. ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. പപ്പ ഒരു വിധത്തിൽ അത്രയും വെള്ളപ്പൊക്കം 18 വന്നതിന് ശേഷവും ഒരു വിധത്തിലൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ ആക്കി വെച്ചത്. പപ്പ ഇപ്പോൾ 2 വർഷമായി പോയിട്ട്. ഈ തട്ടിലിരുന്നതും എല്ലാം പോയി. പിന്നെ ഇതിന്റെ വെളിയിലിരുന്നതും അത് അപ്പം അന്ന സാധനങ്ങൾ വില ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ. അതാണ് പിറക്കിയൊന്നും വെച്ചില്ല. കച്ചവടം ഇല്ല. ചേട്ടനിരുന്ന കടയായതുകൊണ്ട് ചേട്ടനിരുന്നതല്ലേന്ന് കരുതി അത് എന്തായാലും അത് കുറച്ചാളുകൂടെ പോട്ടെ, എന്നെ കൊണ്ട് പറ്റുന്നത് വരെ പോട്ടെന്നും പറഞ്ഞ് ഇനി അങ്ങനെ എന്നെ കൊണ്ട് ഇനി നടത്തിയതുപോലെയൊന്നും നടത്താൻ പറ്റത്തില്ല. ഞാൻ തോറ്റ് പിന്മാറിക്കഴിഞ്ഞാൽ ചേട്ടൻ തോറ്റതിന് തുല്യമായി പോകുമെന്ന് എനിക്കൊരു ഇതൊക്കെ നല്ല പുതിയ വന്ന സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഇപ്പം 1050 രൂപയുടെ വിലയുള്ള സാധനമാണ്. ഈ കിടക്കുന്നതൊക്കെ ഇങ്ങനെ 2018 ഇതിനേക്കാളും വലിയ അവസ്ഥയിൽ ആണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മിക്ക കടകളും ഫുള്ളായിട്ട് തന്നെ മുങ്ങിപ്പോയി. ഒരുപാട് പേർക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ, അതായത് മിക്ക കടകളും, ഒരു നിലയുള്ള എല്ലാ കടകളും ഫുള്ള് മുങ്ങി. ഫസ്റ്റ് ഫ്ലോറിലേക്ക്, ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ തന്നെ പകുതി വരെയും വെള്ളം വന്നു. ആ ഒരവസ്ഥയിലായിരുന്നു. ബിൽഡിംഗ് എല്ലാം കംപ്ലീറ്റ് 1-2 ദിവസത്തോളം ഫുള്ള് വെള്ളം കിടന്നതിന് ശേഷമാണ് വെള്ളം ഇറങ്ങിയത് തന്നെ. അപ്പോൾ ആ ബിൽഡിങ്ങും അതിനകത്തെ ഫർണിച്ചറുകളും എല്ലാം തന്നെ നാശത്തിലായി. 34 വർഷമായിട്ട് നടത്തുന്ന കടയാണ്. ഇപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഓണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇറക്കി കെട്ട് പൊട്ടിച്ചതും പൊട്ടിക്കാത്തതും എല്ലാ എണ്ണമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി വരുന്നതേ ഉള്ളൂ. അതുപോലും നോക്കി തീർന്നില്ല. എല്ലാം നനഞ്ഞ സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇനിയിപ്പം ഇത് ഡിസ്പോസ് ചെയ്യണം? ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പപ്പയായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ കുറേശ്ശെ അറിയാവുന്ന കടകളും ഇത്ര എടുക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വിറ്റാണ് ഇതിൻ്റെ കടം തീർക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്തെങ്കിലും കുറച്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ എടുത്തു വെക്കുന്നത്. ഇതിപ്പോൾ എല്ലാം വെള്ളത്തിലായി. ഇനിയൊരു മടങ്ങി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 35 ലക്ഷം രൂപയോളം നഷ്ടത്തിലായിട്ടുണ്ട്. ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഞങ്ങളുടെ അച്ഛൻ്റെ കഷ്ടപ്പാടും എല്ലാം ഇതിനകത്താണ്. പിന്നെ ഞങ്ങൾ ഇത് വിട്ടിട്ട് എങ്ങോട്ടാണ് പോവുക? ഞങ്ങൾ എങ്ങോട്ടാണ് പോവണ്ടേ? ഞങ്ങൾക്ക് അറിയാവുന്ന പണിയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് തന്നെ അച്ഛൻ്റെ കൂടെ നടന്നും അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയാണ് കുറേയെങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നത്. ഇപ്പം അതും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ വാരിക്കൊണ്ട് പോകും? ഒരു സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒരു സംരംഭത്തിൽ നമുക്ക് ഇതേ കൂടുതൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ വാരിക്കൊണ്ട് ഓടാൻ പറ്റുമോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് റാന്നിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ റാന്നി തന്നെ കൈവിട്ടു പോവും. ആർക്കും ഇവിടെ കച്ചവടം നടത്താനോ ജീവിക്കാനോ പറ്റാത്തൊരവസ്ഥയാവും. ഈ നദികളിലെ എല്ലാ എക്കലും മണലും ഒക്കെ കുറച്ച് വാരി കഴിഞ്ഞാൽ കുറേയെങ്കിലും ഒക്കെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നോർമൽ രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കിന് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ 2-3 സ്ഥലങ്ങളെ അങ്ങനെയൊക്കെ നികത്തി അവിടെയൊക്കെ താഴ്ന്ന വെള്ളം മൊത്തം പൊന്തി റോഡിൽ കൂടെ തന്നെയാണ് വന്നത്. ആറിലും ചെറിയ തോടുകളിലും എല്ലാം എക്കലും ചെളിയും എല്ലാം അടിഞ്ഞുകൂടി ആഴമില്ല. അപ്പം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എല്ലാം പരന്നൊഴുകി എല്ലായിടത്തും ആകുവാണ്.